ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഈ സീസണിൽ ലിവർപൂളിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല, പരിക്കുകൾ ടീമിനെ വല്ലാതെ അലട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും അടുത്ത സീസണിൽ ലിവർപൂളിന് ശക്തമായ ഒരു തിരിച്ചുവരവ് അനിവാര്യമാണ്. പക്ഷേ മുഹമ്മദ് സല ക്ലബ്ബ് വിട്ടു പോവുകയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ക്ഷീണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുന്നേറ്റ നിരയിലേക്ക് ലിവർപൂളിന് ഇപ്പോൾ വിങ്ങർമാരെ ആവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് റൂമറുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രധാനമായും 3 വിങ്ങർമാരെയാണ് ഇപ്പോൾ ലിവർപൂൾ പരിഗണിക്കുന്നത്. അതിൽ പ്രൈമറി ടാർഗറ്റ് ആയിക്കൊണ്ട് വരുന്നത് RB ലീപ്സിഗിന് വേണ്ടി കളിക്കുന്ന യാൻ ഡിയോമൻഡെ എന്ന താരമാണ്. ഐവറി കോസ്റ്റിന്റെ താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ടി ലിവർപൂൾ മാത്രമല്ല PSG-യും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാൻ ഡിയോമൻഡേക്ക് വേണ്ടി 100 മില്യൺ യൂറോക്കടുത്താണ് ഇപ്പോൾ RB ലീപ്സിഗ് ആവശ്യപ്പെടുന്നത്. ഇത് വലിയ ഒരു തുകയാണ്. അത് ലിവർപൂൾ നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി കൂടാതെ 2 ബാക്കപ്പ് ഓപ്ഷനുകൾ അവിടെയുണ്ട്. ബ്രാഡ്ലി ബാർക്കോള PSG-ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ്. അദ്ദേഹത്തെ PSG വിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി ലിവർപൂൾ ശ്രമിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആന്റണി ഗോർഡൻ, നേരത്തെ ലിവർപൂൾ ശ്രമിച്ച താരമാണ് ആന്റണി ഗോർഡൻ. 2024 അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തിലും ഇപ്പോൾ ലിവർപൂളിന് താല്പര്യമുണ്ട്. ഇങ്ങനെ 3 വിങ്ങർമാരുടെ പേരുകളാണ് ഇവിടെയുള്ളത്. യാൻ ഡിയോമൻഡെ, അതുപോലെ തന്നെ ബ്രാഡ്ലി ബാർക്കോള, ആന്റണി ഗോർഡൻ, ഇവരെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. അതോടൊപ്പം 2 വിങ്ങർമാരെ ലിവർപൂൾ ഒരുമിച്ച് സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ ഇവിടെയുണ്ട്. അതല്ല എങ്കിൽ ഒരു വിങ്ങറെ സൈൻ ചെയ്യും, അതുപോലെ തന്നെ ഒരു വേഴ്സറ്റൈൽ അറ്റാക്കറെ സൈൻ ചെയ്യും. ഇങ്ങനെയാണ് ലിവർപൂളിന്റെ പദ്ധതികൾ വരുന്നത്. മികച്ച ഒരു വിങ്ങറെ ഇപ്പോൾ ലിവർപൂളിന് ആവശ്യമുണ്ട്. യാൻ ഡിയോമൻഡെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.